ആരാണ് ഖാദി? ഇസ്ലാമിക വ്യവസ്ഥിതി പ്രകാരം ഹാക്കിം എന്ന് വിളിക്കപ്പെടുന്നയാളാണ് ഖാദി. ഹാക്കിം ഇതിന് മലയാളത്തിൽ അല്ലെങ്കിൽ നമുക്ക് തിരിയുന്ന ഭാഷയിൽ ജഡ്ജി എന്ന് പറയാം. ജഡ്ജി എന്ന് ഇന്നത്തെ രീതിയിൽ പറയാൻ പറ്റുന്ന ആ പദവിയാണ് ഖാദി എന്ന പദവി ഇസ്ലാമിക സങ്കല്പത്തിൽ. നമ്മുടെ നാടൻ സങ്കല്പത്തിൽ വെള്ളിയാഴ്ച ഖുത്ബ ഓതാൻ, ഏതെങ്കിലും നിക്കാഹുണ്ടെങ്കിൽ ആ നിക്കാഹിന് കൈക്കാരനും സൗജിനും ഇണക്കും പദം പറഞ്ഞു കൊടുക്കാൻ, മാസം എവിടെയെങ്കിലും ഉറപ്പിച്ചു എന്ന് റേഡിയോയിൽ കേൾക്കുമ്പോൾ ഞാനും ഉറപ്പിച്ചു എന്ന് പറയാൻ, ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഖാദിമാർ. ഇസ്ലാമിക സങ്കല്പവുമായി ഇതെത്രയോ അകലെയാണ്, വളരെ താണപടിയിലാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ സങ്കല്പത്തിൽ വളരെ വിപുലമായ അധികാരമുള്ള ഒരു സ്റ്റേജാണ്, ഒരു സ്ഥാനമാണ് ഖാദി. ഹാക്കിം എന്ത് അധികാരമാണ് ഖാദിയാകുന്നതോടുകൂടി ലഭിക്കുക? ആ അധികാരം ആലോചിച്ചാൽ ആ സ്ഥാനത്തിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാമിൻ്റെ സങ്കല്പം ശാഫിഈ മദ്ഹബിൻ്റെ വീക്ഷണത്തിൽ നമ്മുടെ ഇമാമുകൾ വിവരിക്കുന്നു. വല്ലദീ യസ്തഫീദുഹു ബിൽ വിലായ, ഖാദിയായി നിയമിച്ചുകൊണ്ട് കിട്ടുന്ന അധികാരപ്രകാരം ഒരാൾ നേടിയെടുക്കുന്ന അധികാരം ഇദ്ഹാറു ഹുക്മി ശർഇ വ ഇംലാഉഹു ഫീമാ റുഫിഅ ഇലൈഹി. ഇദ്ഹാറു ഹുക്മി ശർഇ, അള്ളാഹുവിൻ്റെ നിയമം, അള്ളാഹുവിൻ്റെ വിധി എന്താണോ കാര്യങ്ങളിൽ ആ വിധി വെളിപ്പെടുത്തുകയും വ ഇംലാഉഹു, ആ വിധി നടപ്പാക്കുകയുമാണ്. ഫീമാ റുഫിഅ ഇലൈഹി, തന്നിലേക്ക് ഉയർത്തപ്പെട്ട കേസുയർത്തപ്പെട്ട വിഷയങ്ങളിൽ. അപ്പം തൻ്റെ മുൻപിൽ ഉയർത്തപ്പെട്ട വിഷയങ്ങളിൽ താൻ ഇടപെടുമ്പോൾ ആ ഇടപെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും അല്ലാഹു തആലാൻ്റെ നിയമം എന്താണോ മഹത്തായ ഇസ്ലാമിക നിയമം, ശരീഅത്ത് നിയമം, ആ നിയമം പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിച്ച നിയമം നടപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ഖളാ എന്ന് പറയുന്നത്. ഇതൊരു മഹത്തായ അധികാരമാണ്. കേവലം മസ്അല പറഞ്ഞു കൊടുക്കുന്ന ആളല്ല ഖാദി, വിധി പ്രസ്താവിക്കുന്ന ആളല്ല ഖാദി. വിധി പ്രസ്താവിക്കുന്നത് ഔദ്യോഗിക തലത്തിൽ തന്നെ പ്രസ്താവിക്കുന്നയാൾക്ക് മുഫ്തി എന്നേ നമ്മൾ പറയുള്ളൂ. വിഷയത്തിൽ സംശയം വന്നാൽ സമീപിക്കുന്ന രീതിയിൽ സമീപിക്കുക, ആ സമീപിക്കുന്ന ആളുകൾക്ക് വിഷയത്തിൽ അള്ളാഹുവിൻ്റെ നിയമം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുക, ഇതാണ് മുഫ്തി. മുഫ്തിയല്ല ഖാദി. വിധി പ്രഖ്യാപിക്കുക മാത്രമല്ല, ആ മുഫ്തിയുടേതിൽ നിന്ന് ഒരു പടവ് മുന്നോട്ട് പോയി പ്രഖ്യാപിക്കുന്ന വിധി നടപ്പാക്കാനുള്ള അധികാരം കൂടി ഇസ്ലാം നൽകുന്നയാളാണ് ഖാദി. അപ്പോൾ ഖാദി എന്ന് പറയുന്നത്, ഖളാ എന്ന പദവി എത്ര ഉന്നതമാണ് എന്ന് നമുക്ക് ഇതിന് നിരൂപിക്കാം. ബിഖിലാഫിൽ മുഫ്തി ഫഇന്നഹു മുൽഹിർ ലാ മുൻലിർ, അദ്ദേഹം വിധി പ്രഖ്യാപിക്കുന്നയാളാണ്. മാസികയിലൂടെ വേണമെങ്കിൽ പ്രഖ്യാപിക്കാം, പുസ്തകങ്ങളിലൂടെ പ്രഖ്യാപിക്കാം, മസാല ചോദിച്ചു വരുന്നവരോട് നാക്കിലൂടെ പ്രഖ്യാപിക്കാം. ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതൊക്കെ ഒരു ഫത്വായുടെ രൂപത്തിൽ പ്രസ്താവിക്കുന്ന ഔദ്യോഗിക രീതിയിൽ പ്രസ്താവിക്കുന്നയാൾക്ക് മുഫ്തി എന്നാ പറയാ. അതേസമയം പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ നടപ്പാക്കാൻ കൂടിയുള്ള പവർ ഉണ്ടാകുമ്പോഴാണ് ഖാദിയാകുന്നത്. ആ പവറാണ് ഖാദി സ്ഥാനത്തിൻ്റെ പ്രാധാന്യവും. ഈ പവർ എങ്ങനെ ഖാദിക്ക് ലഭിക്കുന്നു? അത് ലഭിക്കാൻ എന്താണ് മാർഗം? അധികാരപ്പെട്ട് വിധി നടപ്പാക്കാൻ പറ്റുന്നയാൾ നിയമിക്കുക തന്നെ. വിധി നടപ്പാക്കാൻ അധികാരപ്പെട്ടയാൾ നിയമിക്കുമ്പോൾ അങ്ങനെ നിയമിക്കുന്നയാൾക്ക് താൻ പ്രഖ്യാപിക്കുന്ന വിധി നടപ്പാക്കാൻ അധികാരവും ഉണ്ടാകും. ഈ അധികാരമുള്ളപ്പോഴാണ് ഖാദിയാവുക. അല്ലാത്തത് നാമമാത്ര ഖാദിയാണ്. അപ്പം നമ്മളെ നാട്ടിലെ ഖാദിയെ നമ്മൾ ഇപ്പം നിരൂപിക്കരുത്. ഞാൻ അതിൻ്റെ വിഷയങ്ങളിലേക്ക് കടന്നു വരുന്നു. ഒരു ഖാദിയാവുന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു പണ്ഡിതൻ എന്ന നിലയിലല്ല, ആ നിയമങ്ങളിൽ എത്രയോ താണ ആൾക്കും നിർവഹിക്കാവുന്ന ഒരു വെള്ളിയാഴ്ചയിലെ ഖുത്ബ നിർവഹിക്കുന്ന ആൾ എന്ന രീതിയിലല്ല. ഒരു സമൂഹം പള്ളിയിൽ ഒത്തുകൂടിയാൽ ആ സമൂഹത്തിൽ നിന്ന് വിവരമുള്ളവൻ ഇമാമാവുക എന്ന അർത്ഥത്തിൽ ജമാഅത്തിന് നേതൃത്വം വഹിക്കുന്ന ഇമാമത്ത് നിൽക്കുന്നയാൾ എന്ന രീതിയിലുമല്ല. വരനും കൈക്കാരനും ഒന്നിച്ചിരുന്നാൽ അവിടെ നിക്കാഹിൻ്റെ വാചകം ചൊല്ലിക്കൊടുക്കുന്നവരാൾ എന്ന നിലയിലല്ല ഇസ്ലാം ഖാദി സ്ഥാനത്തെ വിഭാവന ചെയ്യുന്നത്. വിധിയും അള്ളാഹുവിൻ്റെ നിയമവും പ്രഖ്യാപിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം
കേസുണ്ടാകുമ്പോൾ ആ കേസിൽ പ്രഖ്യാപിക്കുന്നതിനൊപ്പം ആ വിധി നടപ്പാക്കുവാനുള്ള പവർ കൂടിയുള്ളയാൾ, ഇതാണ് ഖാദി. ഈ ആ പവറുള്ള ആളുകൾ നൽകുമ്പോഴാണ് ഖാദിയാവുക. അപ്പം നമുക്കെന്ത് മനസ്സിലാകുന്നു? ഖാദി സ്വയം ഒരാളായി മാറുന്നതല്ല. ഖാദിക്ക് പവർ നൽകാൻ ഒരു കേന്ദ്രം വേണം, ഖാദിയാക്കാൻ ഒരു നിയമം വേണം. അപ്പോൾ ഒരാളോ അല്ലെങ്കിൽ അധികാരപ്പെട്ട ഒരു കേന്ദ്രമോ നിയമിക്കുമ്പോഴാണ് ഖാദി ഉണ്ടാകുന്നത്. ഇതനുസരിച്ച് നാം നിരൂപിച്ചാൽ 5 ഘടകങ്ങൾ ഖാദിക്ക് കാണാം, ഖള എന്ന് കാണാം. 5 ഘടകങ്ങൾ. ഒന്ന്, നിയമിക്കുന്ന ഒരാൾ വേണം, അധികാരപ്പെട്ട ഒരു കേന്ദ്രം വേണം, ആ ആളുടെ നിയമനം വേണം, ആ ആളിൽ നിന്ന് നിയമിക്കപ്പെടുന്ന നിയമിതനാകുന്ന ഖാദി വേണം. എന്ത് വിഷയത്തിലാണ് നിയമിക്കപ്പെടുന്നത്? ആ വിഷയം വേണം. എവിടെ നിയമിക്കപ്പെടുന്നു? ആ മഹല്ല് വേണം. ഈ മഹല്ലിൽ നിശ്ചിത വിഷയത്തിൽ നിയമിക്കുമ്പോൾ ആ നിയമനത്തിനു പദം വേണം, ഔദ്യോഗികമായ രീതിയിലുള്ള നിയമനം. ഇങ്ങനെ 5 ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഖളാ എന്ന ഇടപാട് അല്ലെങ്കിൽ ഖാദി സ്ഥാനമേൽപ്പിക്കുക എന്ന ഇടപാട് ഉണ്ടായിത്തീരുന്നത്. ഇത് നമ്മുടെ ഫുഖഹ വളരെ വ്യക്തമായി പറഞ്ഞു. വയഹ്താജു ഇലാ മുവല്ലിൻ വ മുതവല്ലിൻ വ മുവല്ലം ഫീഹി വ മഹല്ലി വിലായ വ സീഗ. ജമൽ 5:335. ഖളാ എന്ന് പറയുന്ന ഇടപാട് 5 ഘടകങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, മുവല്ലി, നിയമിക്കുന്നയാൾ വേണം. ഓ മുതവല്ലി, 2 നിയമിതനാകുന്നയാൾ വേണം. ഓ മുവല്ലം ഫീഹി, നിയമിക്കപ്പെടുന്ന അധികാരപ്പെട്ട വിഷയം വേണം. ഓ മഹല്ലി വിലായ, നിയമനത്തിനു അധികാരപ്പെടുത്തപ്പെടുന്ന പ്രദേശം വേണം. ഓ സീഗ, നിയമനത്തിന് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനവും നിയമനത്തിൻ്റെ രീതിയും വേണം. ഈ 5 ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഖാദി ഉണ്ടായിത്തീരുക. ആരാണിത് എന്ന് ഈ 5 ഘടകങ്ങളിലൂടെ ഹ്രസ്വമായി ഒരു ചെറിയ ഓട്ടം നടത്തിയാൽ നമുക്ക് വിഷയം സുവ്യക്തമായി മനസ്സിലാക്കാം. ആരാണ് നിയമനാധികാരി? ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുന്നു, നിയമനാധികാരി തംബീഹുൻ അൽ മുവല്ലി ലിൽ ഖാദി അൽ ഇമാം ഔ നായിബുഹു. ഒരു ഖാദിയെ നിയമിക്കുന്നയാൾ അൽ ഇമാം, ഭരണാധികാരമുള്ള ഇമാം അഅ്ലം എന്ന് വിളിക്കപ്പെടുന്ന വലിയ ഭരണാധികാരിയാണ്. അമീറുൽ മുഅ്മിനീനോ ഖലീഫാന്നോ ഒക്കെ വിളിക്കപ്പെടാം. ഭരണാധികാരമുള്ള മുസ്ലിമീങ്ങളുടെ, ലോക മുസ്ലിമീങ്ങളുടെ അധികാരമുള്ള പവറുള്ള ഇമാം. ഇത് ഇന്നത്തെ ഇന്ത്യയിലിരുന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ടിങ്ങനെയുള്ള ഖലീഫമാരുടെ ചിത്രം, ഇസ്ലാമിയ ഖിലാഫത്തിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ ഓട്ടിയാൽ അത്തരം ഒരു ഇമാം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ആ ഇമാമാണ് യഥാർത്ഥത്തിൽ ഖാദിയെ നിയമിക്കുന്നയാൾ. ഔ നായിബുഹു, അല്ലെങ്കിൽ ഇമാം അധികാരപ്പെടുത്തുന്ന പകരക്കാരൻ. ഔദ്യോഗികമായി രാജ്യത്ത് വിധികൾ അള്ളാഹുവിൻ്റെ നിയമം നടപ്പാക്കുവാൻ അധികാരപ്പെട്ട ഇമാമ് അയാൾക്ക് അധികാരപ്പെട്ട ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു നിശ്ചിത വ്യക്തിയെ നിശ്ചിത നിയമങ്ങളോടുകൂടെ ആ അധികാരം നൽകി നിയമിക്കുമ്പോഴാണ് പവറുള്ള ഖാദി ഉരുവപ്പെടുന്നത്. അപ്പോഴാണ് ശരിയായ ഒരു ഖാദി ഉണ്ടായിത്തീരുന്നത്. ഇതാണ് ഖാദിയെ നിയമിക്കുന്നയാൾ ഇമാമോ ഇമാമിൻ്റെ പ്രതിനിധിയോ ആണ് എന്നതിൻ്റെ അർത്ഥം. നഅം അന്നാഹിയത്തുൽ ഖാരിജത്തു അൻ ഹുക്മിഹി യുവല്ലിഹി ബിഹാ മൻ യർജിഉ അംറുഹും ഇലൈഹി ഇത്തഹദ ഔ തഅദ്ദദ. ഇമാം എന്ന് പറയുന്നത് ഏതോ ഒരു കേന്ദ്രത്തിലിരുന്ന് അല്ലാഹു തആലാന്റെ നിയമപ്രകാരം മുസ്ലിം ലോകത്തിന് നേതൃത്വം വഹിക്കുന്നയാളാണ്. വിശാലമായ ഈ മണ്ണിൽ ഒരു ഇമാമിന് എല്ലാ മുക്കിലും മൂലയിലും എത്താൻ കഴിഞ്ഞ ഒരു കാലമില്ല, കഴിയുകയുമില്ല. എങ്ങനെയും ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഏതെങ്കിലും പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു ദ്വീപിലോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തു തന്നെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെയോ ജില്ലയുടെയോ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെ ഓരങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ ഇമാമിൻ്റെ പവറും അധികാരവും എത്താതെ കിടക്കുന്നതുണ്ടാകും. അത് ഇത്ര വിപുലമായ അധികാരമുള്ള സർക്കാരുകൾ നിലവിലൊന്നിട്ടില്ലേ? നമ്മളെ സർക്കാരിൻ്റെ നിയമങ്ങളും എത്താത്ത പ്രദേശം ഉണ്ട്. സർക്കാരൊക്കെ മാറിക്കുന്നറിയുന്ന പ്രദേശങ്ങൾ നമ്മുടെ രാജ്യത്ത് എത്രയുണ്ട്. ഉത്തരേന്ത്യയിലൂടെ പര്യടനം നടത്തുന്ന ഒരാൾക്ക് കാണുക, സർക്കാരിൻ്റെ നിയമങ്ങളോ സർക്കാരിൻ്റെ അംഗീകാരമോ ഇല്ലാതെ റോഡുകളിൽ പരസ്യമായിരുന്നിട്ട് ഭരണം നടത്തുന്ന മൂപ്പന്മാരുണ്ട്, വലിയ വലിയ ദാതമാർ.
വലിയ രാജ്യങ്ങളിലും വലിയ പട്ടണങ്ങളിലും ആ പട്ടണങ്ങളുടെ ഓരം ചേർന്നുമൊക്കെ പ്രത്യേകം അധികാര കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ വല്ലവരും ഇമാമിൻ്റെ അധികാര കേന്ദ്രത്തിൽ പ്രവേശനം അനുവദിക്കാതെ തങ്ങളുടെ അധികാര കേന്ദ്രം നിലനിർത്തി വരുന്നുണ്ടെങ്കിൽ അവിടെയും വേണമല്ലോ മുസ്ലിങ്ങൾക്ക് കാലി. അങ്ങനെ വന്നാൽ നഅം അന്നാഹിയത്തുൽ ഖാരിജത്തു അൻ ഹുക്മിഹി, ഈ ഇമാമിൻ്റെ അധികാരത്തെ വിട്ട് പുറപ്പെട്ടു നിൽക്കുന്ന ഏതെങ്കിലും പ്രദേശമുണ്ടെങ്കിൽ യുവല്ലീഹി ബിഹ, ആ പ്രദേശത്ത് കാലിയെ നിയമിക്കുക. മൻ യർജിഉ അംറുഹും ഇലൈഹി, മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളെല്ലാം ആരെ അവലംബിക്കുന്നുവോ ആ അധികാരിയാണ്. ഇത്തഹദ ഔ തഅദ്ദദ, അയാൾ ഒരാളാകാം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളാകാം. അപ്പോൾ ഒരാളാവട്ടെ ഒരു കൂട്ടമാവട്ടെ, ഒരു അധികാര കേന്ദ്രം സർക്കാരിനെ എതിർത്തുകൊണ്ട് സർക്കാരിന് സമാന്തരമായി എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സമാന്തര അധികാര കേന്ദ്രം കാലിയെ നിയമിച്ചാലും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ കൂട്ടത്തിൻ്റെ അധികാര കേന്ദ്രത്തിൽ കാലിക്ക് പവർ ഉണ്ടാകും. ഈ പവർ നൽകുന്ന ആൾക്ക് സാങ്കേതികമായി ദുശ്ശൗക്ക, ഷൗക്കത്തുള്ള ആൾ എന്നാണ് സാങ്കേതികമായി ചുരുക്കനാമം, ദുശ്ശൗക്ക. ഇമാം ഷർവാനി ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങളുടെ തുഹ്ഫയിലെ ആ വാക്യത്തെ പറയുന്നുണ്ട്. മൻ യർജിഉ ഇലൈഹി എന്നാൽ ഐ ദു ഷൗക്കത്തിൻ മുസ്ലിം, മുസ്ലിമായ അധികാര ശക്തിയുള്ള, ഭരണാധികാരത്തിൻ്റെ ശക്തിയുള്ള, കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ശേഷിയുള്ള ആൾ എന്നാണ് ഈ അവലംബ വ്യക്തി എന്നതിൻ്റെ താല്പര്യമെന്ന്. അപ്പോൾ ഷൗക്കത്തുള്ളയാൾ. പക്ഷേ അവിടെ ഷർവാനി മുസ്ലിമായ ഷൗക്കത്തുള്ളയാൾ എന്നുകൂടി കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്നുകൂടി നിരൂപിക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇരിക്കട്ടെ, ഇങ്ങനെ ഷൗക്കത്തുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ആ ഷൗക്കത്തുള്ളയാൾ ഏൽപ്പിക്കും. ആ ഷൗക്കത്തുള്ളയാൾ മുസ്ലിം ആകണം എന്ന് ഒരു പക്ഷം ഇമാമുകൾ വാദിക്കുന്നു. വസ്തുതയും ഒരു ഇസ്ലാമിക അധികാരം നൽകുമ്പോൾ മുസ്ലിം ആകണം എന്ന് തന്നെയാണ് നമ്മെ ബോധ്യപ്പെടുത്തുക. പക്ഷേ പലപ്പോഴും അതിന് കഴിയില്ലല്ലോ. അധികാര വാഴ്ച നടത്തുന്നത് സർക്കാരിനോ ഇമാമിനോ സമാന്തരമായി ഒരു അമുസ്ലിം ഭരണകൂടമോ ഒരമുസ്ലിം ആളോ ആണെങ്കിലോ വ്യക്തിയോ ആണെങ്കിലോ അയാളുടെ ഷൗക്കത്ത് നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. അതായത് അധികാര വാഴ്ച നടത്താനുള്ള ശക്തി നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. അതിനപ്പുറം നിന്നിട്ട് മറുപക്ഷത്ത് അധികാരം പ്രയോഗിക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. അങ്ങനെ വന്നാൽ അവർ അമുസ്ലിം ആണെങ്കിലോ, ഇമാം റംലി തൻ്റെ പ്രസിദ്ധമായൊരു ഫത്വയിൽ ആ ഫത്വ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അല അന്നബിന യൂനുസ് ഫി ഷർഹിൽ വജീസ് ഖാൽ അല്ലാഹിറു അന്നൽ ഇസ്ലാമ ഷർത്തുൻ ഫീ ദിശ്ശൗക. ഇമാമിനു പകരമായി ഇമാമിൻ്റെ ഭരണമില്ലാത്ത സമാന്തര അധികാര കേന്ദ്രങ്ങൾ ഭരണമുറപ്പിക്കുന്നിടത്ത് കാലിയെ നിയമിക്കുന്നത് ഇസ്ലാമുള്ള ദിശ്ശൗക്കത്തായിരിക്കണം എന്നാണ് ഉപാധി എന്ന് ഷർഹുൽ വജീസിൽ പറയുന്നു. അങ്ങനെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഖാൽ വഖദ് ലഹറ ഫീ ബഅദിൽ ബിലാദി ശൗക്കത്തു ലിൽ കുഫാർ. ഇബ്നു യൂനുസ് പറയുന്നു, പല പ്രദേശങ്ങളിലും ഇമാമിനും സർക്കാരിനുമുള്ള അധികാരം ഇപ്പോൾ നിലനിർത്തുന്നത് ചില രാജ്യങ്ങളിൽ അമുസ്ലിങ്ങളാണ്. അമുസ്ലിം ഭരണാധികാരമുള്ള പ്രദേശം, ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് ചിന്തിച്ചാൽ വളരെ വ്യക്തം അതാണ്. ഇന്ത്യ രാജ്യം തന്നെ കൂട്ടിക്കൊള്ളി. ഇസ്ലാം എന്ന് പറഞ്ഞ ഉപാധി ഇവിടുത്തെ ദുശ്ശൗക്കത്തിന് ഒരിക്കലും ബാധകമല്ല. ഇവിടുത്തെ ഭരണകൂടവും കാലി നിയമനത്തിൻ്റെ ഭാഷയിൽ ദുശ്ശൗക്കത്താണ്. ഇമാമല്ലല്ലോ. ഇമാമിൻ്റെ ഭരണാധികാരം ഇല്ല, ഇമാമേ ഇല്ല. ഇനി ഇമാം ഉണ്ടെങ്കിലും ഇമാമിൻ്റെ ഭരണാധികാരമില്ല. തുർക്കി ഖിലാഫത്ത് നിലനിന്നിരുന്ന കാലത്തും ഇന്ത്യ രാജ്യത്ത് തുർക്കി ഖിലാഫത്തിന് അധികാരമൊന്നുമില്ല. ഇവിടെ ദുശ്ശൗക്കത്താണ്. ഇപ്പോൾ ഇമാമേ ലോകത്തില്ല, എന്നാലും ദുശ്ശൗക്കത്താണ്. ഇങ്ങനെയുള്ളവർ അധികാര കേന്ദ്രം കുഫാറായി മാറിയാൽ, അമുസ്ലിങ്ങളല്ലാത്തവരായി മാറിയാൽ, ഇത് അന്ന് സങ്കല്പമാണെങ്കിൽ ഇന്ന് നമ്മെ സംബന്ധിച്ച് പരമ യാഥാർത്ഥ്യമാണ്. അതാണ് യാഥാർത്ഥ്യം, ഇന്നത്തെ നില. അപ്പം ഈ യഥാർത്ഥ നിലയിൽ ആലോചിച്ചാൽ എന്തുവരും? ഫലോ കല്ലതൽ കാഫിറു ദുശ്ശൗക്കത്തി. ഈ അധികാരമുള്ള സർക്കാർ, ഒരു കൂട്ടു സർക്കാർ അല്ലെങ്കിൽ ഒരു വ്യക്തി സർക്കാർ നിയമിച്ചു, മുസ്ലിമൻ ഒരു മുസ്ലിമായ ആളെ അൽ ഖലാ കാലിസ്ഥാനം ഏൽപ്പിച്ചു. ഫഹൽ യസിഹു, ഈ നിയമനം സാധുവാകുമോ? അംല, അതല്ല സാധുവാവുകയില്ലോ. അള്ളാഹുവിൻ്റെ ഹുക്കുമുകൾ മുസ്ലിമീങ്ങൾ ഉള്ളിടത്ത് നടപ്പാക്കാൻ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്താൻ പാടില്ല, കളഞ്ഞു കുളിക്കാൻ പാടില്ല. അത് തീർച്ചയായും ഉപയോഗപ്പെടുത്തണമല്ലോ. അള്ളാഹുവിൻ്റെ വിധികൾ നടപ്പാക്കുന്നത് പോയി അത് മുടക്കാക്കുന്നതിലേക്ക് മാർഗമില്ല എന്നത് വ്യക്തമാണ്. എന്നിരിക്കെ ഇങ്ങനെ ഒരു കാലിസ്ഥാനത്തിനു നിയമിക്കാൻ അർഹതയില്ലാത്ത, ചിന്തിക്കുമ്പോൾ അർഹതയില്ലാത്ത ഒരു അമുസ്ലിമായ ഭരണകൂടം ഏതെങ്കിലും മുസ്ലിമിനെ നമുക്ക് കാലിസ്ഥാനത്ത് അവരോധിച്ചാൽ ആ കാലിസ്ഥാനത്ത് അവരോധിച്ചവരുടെ അവരോധം ശരിയാകുമോ ഇല്ലേ? ആലോചിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ ശേഷം
ഇമാം റംലി ഈ ഫത്വ അവസാനിപ്പിക്കുന്നത് വഖാല ഇബ്നു അബ്ദുസ്സലാം അല്ലാഹിറു നുഫൂദുഹു, അമുസ്ലിം ഭരണകൂടം നിയമിച്ചാലും അമുസ്ലിം സർക്കാർ നിയമിച്ചാലും ഇസ്ലാമേതര സർക്കാർ നിയമിച്ചാലും ആ അധികാര നിയമനം ശരിയാവുമെന്നും കാലിയാകുമെന്നുമാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്നത്രേ. ഫതാവ റംലി 4-ാം ഭാഗം 120-ാം പേജ്. ഞാൻ തുഹ്ഫയിൽ നിന്നാണ് തുടങ്ങിയത്. തുഹ്ഫയിൽ ഇമാം അല്ലെങ്കിൽ ഇമാമിൻ്റെ പകരക്കാരൻ, ഇമാമും ഇമാമിൻ്റെ പകരക്കാരനും ഇല്ലാത്ത ഒരു പ്രദേശമോ അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരം എത്താത്ത ഒരു പ്രദേശമോ ഉണ്ടെങ്കിൽ അവിടെ സമാന്തര സർക്കാരായി അധികാര കേന്ദ്രമായി ആരാണോ വർത്തിക്കുന്നതെങ്കിൽ ഒരാളെങ്കിൽ ആ ആള് ഒരു കൂട്ട് സർക്കാരാണെങ്കിൽ ആ സർക്കാർ കാഫിർ ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും നിയമിക്കാം എന്ന് ഇമാം റംലിയുടെ ഫത്താവയുടെ ഈ ഉദ്ധരണി കൂടി കൂട്ടിച്ചേർത്താൽ ദുശ്ശൗക്കത്തിൻ്റെ നിയമനം സാധുവാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇമാം ഇബ്നു ഹജർ പറയട്ടെ, ഈ അധികാരവും ഇല്ലെങ്കിൽ ഫഇം ഫുഖിദ, ഇങ്ങനെയുള്ള ഒരവലംബ സർക്കാരുമില്ല നമ്മുടെ കാര്യത്തിൽ, അങ്ങനെ വന്നാലോ ഫഅഹ്ലുൽ ഹല്ലി വൽ അഖ്ദി മിൻഹും, മുസ്ലിങ്ങളിൽ നിന്നുള്ള കാര്യക്കാരായ ആളുകൾ എന്ന് നമ്മുടെ ഭാഷയിൽ മാപ്പിള ഭാഷയിൽ പറയാവുന്ന ഒരു പ്രയോഗമാണ് അഹ്ലുൽ ഹൽ വൽ അഖ്ദ്. ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കി തരാം. അൽ ഹൽ, കാര്യങ്ങൾ തീരുമാനിച്ചതൊക്കെ ഉടക്കുന്നവർ, വൽ അഖ്ദ്, കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുന്നവർ. അപ്പം കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കാനും കാര്യങ്ങൾ ഉറപ്പിച്ചതൊക്കെ ഇല്ലാതാക്കി ഉടക്കുവാനും പറ്റുന്നവർ. ഇപ്പം മുസ്ലിമീങ്ങൾ ഒരു പ്രദേശത്തെ സംബന്ധിച്ചെടുത്താൽ ആ പ്രദേശത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും തീരുമാനിച്ചതൊക്കെ ഉടക്കാനും അധികാരപ്പെട്ടവർ ആരാണോ ആ അധികാരപ്പെട്ടവർക്കാണ് അഹ്ലുൽ ഹൽ വൽ അഖ്ദ് എന്ന് പറയുക. അങ്ങനെയുള്ളവരാണ് പിന്നീട് ഖാദിയെ നിയമിക്കേണ്ടത്. അപ്പം ഖാദിയെ നിയമിക്കേണ്ടത് ഈ അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ 4 അധികാര കേന്ദ്രങ്ങളാണ്. ഒന്ന്, ശരിയായ അധികാരമുള്ള ഇമാം. ഇമാം ഇല്ലെങ്കിൽ ഇമാം ഉണ്ടെങ്കിലും ഇമാമ് പകരമാക്കിയയാൾ. ഇമാമ് പകരമാക്കിയയാളും ഇമാമുമാണ് ഔദ്യോഗികമായി ഏൽപ്പിക്കേണ്ടവർ. ഇമാമിൻ്റെ ഭരണാധികാരം എത്താത്തത് കൊണ്ടോ ഇമാം ഇല്ലാത്തത് കൊണ്ടോ അധികാരപ്പെട്ട സർക്കാർ വേറെയാണെങ്കിൽ അത് അമുസ്ലിം ആണെങ്കിൽ പോലും അവർ ദുശ്ശൗക്ക. 3, ദുശ്ശൗക്കത്ത് എന്നിങ്ങനെയുള്ള ഒരു സർക്കാർ ഈ നിയമനത്തിന് കൂടാതിരിക്കുന്നത് കൊണ്ടോ അവർ ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ ഇടപെടുപ്പിക്കാൻ എല്ലായിടത്തും സൗകര്യപ്പെടാത്തത് കൊണ്ടോ അത്തരം ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഫഇം ഫുഖിദ എന്ന വാക്യത്തിൽ അതൊക്കെ പെടുമല്ലോ. ഇതൊന്നുമില്ലാത്തവരവസ്ഥ വന്നാൽ ഫഅഹ്ലുൽ ഹല്ലി വൽ അഖ്ദ്, മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും തീരുമാനിച്ചത് ഇല്ലാതാക്കാനുമൊക്കെ അധികാരപ്പെട്ട ആളുകൾ ആരാണെങ്കിൽ ആ അധികാരപ്പെട്ട നാടുമൂപ്പന്മാർ എന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മൂപ്പന്മാർ നിയമിക്കും. മൂക്കില്ലാത്തടത്ത് മുറിമൂക്കൻ രാജാവ് പറയണ മൂപ്പെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ഹല്ല് അഖ്ദ് എന്ന് പറയുന്ന ആളുകൾക്ക് അവർക്കും വേണം അധികാരം. ഖാലി എന്നറിയുന്നത് അധികാരത്തിന്മേലാണ്. ഖാലി മുഫ്തിയിൽ നിന്ന് വേറിട്ട് നിൽക്കുക എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇതനുസരിച്ച് ഈ അധികാരം നൽകാൻ ആൾ വേണ്ടേ? അപ്പം നൽകാനുള്ളയാളാണ് ഇസ്ലാമിൽ നിയമിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. നിയമിക്കാൻ വേണ്ടി നിശ്ചയിച്ച ഇമാമോ സർക്കാരോ ഇല്ലാതെ വന്നാൽ അങ്ങനെ വരുന്നിടത്ത് നമ്മൾ ചിന്തിക്കണം, ഇമാമ് അധികാരം നടത്തുമ്പോഴും അതുപോലെ തന്നെ ഇമാമിൻ്റെ പകരക്കാരൻ അധികാരം നടത്തുമ്പോഴും ഇമാമോ ഇമാമിൻ്റെ പകരക്കാരനോ ഇല്ലാതെ നിൽക്കുന്ന ഒരു ഭരണകൂടമോ ഭരണാധികാരമുള്ള വ്യക്തിയോ നിയമിക്കുമ്പോഴും ആ വ്യക്തികൾക്ക് അധികാര കേന്ദ്രമായി വർത്തിക്കാനുള്ള പൂർണ്ണമായ കഴിവുണ്ടായിരിക്കണമെന്നത് ഖാദിയുടെ നിയമനം ശരിയാകണമെങ്കിലുള്ള ഉപാധിയാണ്. അധികാരമുള്ളവരേൽപ്പിക്കുമ്പോൾ ഉപാധി വശർത്തുഹു, അധികാരമുള്ള ഇമാമോ ഇമാമിൻ്റെ പകരക്കാരനോ. എൻ്റെ സാധാരണക്കാർക്ക് ഒന്നിച്ച് നമുക്കൊന്നിങ്ങനെ പഠിക്കാം. ഇപ്പം മൂല്യന്മാരും കൂടി ഉദ്ദേശിച്ചത് കൊണ്ടും മൂല്യന്മാരും കൂടി ഇബാറത്ത് ശ്രദ്ധിക്കുന്നത് കൊണ്ടും ആണ് ഞാനിങ്ങനെ പോകുന്നത്. ഇമാമോ ഇമാമിൻ്റെ പകരക്കാരനോ അല്ലെങ്കിൽ ഇമാമിൻ്റെ അധികാരമോ പകരക്കാരൻ്റെ അധികാരമോ എത്താത്ത ദിക്കിലോ ഇല്ലാത്ത ദിക്കിലോ അധികാരപ്പെട്ട സർക്കാർ, അത് മുസ്ലിം സർക്കാരാണെങ്കിൽ പോലും ആ ഭരണകൂടവും നിയമിക്കുമ്പോൾ ആ നിയമനം നടത്തുന്ന അധികാര കേന്ദ്രത്തിനോ വ്യക്തിക്കോ ഉപാധിയുണ്ട്. കേവലം നിയമിക്കാൻ പറ്റൂല. വശർത്തുഹു നുഫൂദു തസറുഫിഹി ഫീമാ യുവല്ലി ഫീഹി വാഹ്ലിയത്തുഹു, നിയമിക്കുന്നയാൾക്ക് നിയമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അധികാരവും അർഹതയും വേണം. അർഹതയുള്ളതൊപ്പം അയാൾക്ക് അധികാരം പ്രയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുന്ന ശക്തിയും വേണം. ഫീമായുവല്ലി ഫീഹി, എന്തിലാണ് അയാൾ ഖാദിയെ നിയമിക്കുന്നതെങ്കിൽ ആ നിയമിക്കുന്ന കാര്യത്തിൽ കാര്യം നടപ്പാക്കാനുള്ള ശക്തി അയാൾക്ക് വേണം.
ഇത് ശരിയായ സർക്കാരിനോ സർക്കാർ അധികാരമുള്ള വ്യക്തികൾക്കോ കേന്ദ്രങ്ങൾക്കോ മാത്രമേ ഉണ്ടാകൂ. ഇത് അവർക്ക് നിയമവുമാണ്. ഇനി അധികാരികളല്ല നിയമിക്കുന്നത് എന്ന് വന്നാൽ നാലാമത്തെ ഇനമാണ് നാട്ടിലുള്ള മൂപ്പന്മാരേൽപ്പിക്കുക, മുസ്ലിമീങ്ങളിൽപ്പെട്ട മൂപ്പന്മാരേൽപ്പിക്കുക എന്ന് പറഞ്ഞത്. മൂപ്പൻ എന്ന് നമ്മളിപ്പം പ്രയോഗിക്കുന്ന മൂപ്പൻ എന്ന് മനസ്സിലാക്കിയാൽ പോരാ, ആള് അക്ഷരാർത്ഥത്തിൽ മൂപ്പൻ തന്നെ ആകണം. അതായത് നാട്ടുകാരെല്ലാം കൂടി ഒരു കാര്യം തീരുമാനിച്ചു വന്നിട്ട് മൂപ്പരെ മുന്നിലോട്ട് വെച്ചാലേ അതിപ്പോൾ ശരിയല്ല, അതൊന്നും നിങ്ങൾ തീരുമാനിച്ച ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ കൊടക്കാൻ കഴിയണം. അല്ലെങ്കിൽ നാട്ടുകാരൊരു പ്രശ്നം തീരുമാക്കാൻ കഴിയാതെ ഒരു പ്രശ്നം മുന്നിലിട്ട് വന്നാലേ അങ്ങനെ തന്നെ തീരുമാനിക്കട്ടെ എന്ന് അയാൾക്ക് തീരുമാനിക്കാൻ കഴിയണം. ഇങ്ങനെ തീരുമാനിക്കാൻ കഴിയുന്ന, തീരുമാനിച്ചത് ഇല്ലാതാക്കാനും കഴിയുന്നവർക്കാണ് ഹല്ല് അഖദിന്റെ അഹ്ലുകാർ എന്ന് പറയുന്നത്. ഇത്തരം ഹല്ലു അഖദിന്റെ അഹ്ലുകാർ എല്ലാ പ്രദേശത്തും ഉണ്ടോ? ചിന്തനീയമാണ്, നമ്മൾ ആലോചിക്കേണ്ടതാണ്. ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യം. ജനാധിപത്യ രാജ്യത്ത് ഇത്തരം അധികാര കേന്ദ്രങ്ങളും മൂപ്പന്മാരും ഉള്ള ചില പ്രദേശങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. ചില ഗ്രാമങ്ങളിലൊക്കെ ചെന്നാലോ, ചില നഗരങ്ങളിൽ തന്നെ ചെന്നാലോ അവിടുത്തെ മുസ്ലിമീങ്ങളുടെ കാര്യമൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂപ്പന്മാരിലോ കാരണവന്മാരിലോ അധിഷ്ഠിതമായിരിക്കും. ഓല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നതും ഉറപ്പിക്കുന്നതും കല്യാണ ഡേറ്റ് ഉറപ്പിക്കുന്നതും ഒക്കെ അവരായിരിക്കും. അവരങ്ങ് ഉറപ്പിച്ചാൽ അതാരുടെ മേൽ ഉറപ്പിക്കുന്നുവോ അവർക്ക് പോലും വിയോജിപ്പുണ്ടെങ്കിലും അവർ ഉറപ്പിക്കുകയും ചെയ്യും. അത്തരം മൂപ്പന്മാർ ചില പ്രദേശത്തൊക്കെ ഉണ്ട്, തീർത്തും ഇല്ലാതായി എന്ന് നമ്മൾ പറഞ്ഞുകൂടാ. എന്നാൽ എല്ലാ പ്രദേശത്തും, നമ്മുടെ മലപ്പുറം ജില്ലയിലിരുന്ന് ചിന്തിച്ചാൽ മിക്കവാറും പ്രദേശത്തൊന്നും കാണൂല. അതുകൊണ്ട് തന്നെ ഹല്ലു അഖദിന്റെ അഹ്ലുകാർ എന്നീ പറയുന്ന ആളുകളും ഒരുപാട് പ്രദേശത്ത് ഇല്ലാത്തതുണ്ട്. ഒരുപടി ഗ്രാമങ്ങളിൽ ഇത്തരം ആളുകൾ ഇല്ലാത്തതുണ്ട്. കാരണം കാരണന്മാർ കൂടി തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ കമ്മിറ്റി കൂടി തീരുമാനിച്ചാൽ ആ കമ്മിറ്റിയെ ചോദ്യം ചെയ്യുന്ന കുട്ടികളല്ലേ ഇപ്പം വളർന്നു വരുന്നത്. ചോദ്യം ചോദിച്ച് പഠിപ്പിക്കുക, അതാണല്ലോ ഇപ്പോഴത്തെ പഠനത്തിൻ്റെ രീതി തന്നെ. ചെറിയ കുട്ടികൾ തന്നെ അന്വേഷിച്ചും ചോദിച്ചും പഠിക്കുന്ന രീതിയിലാണ് പഠിച്ചു വരുന്നത്. അത് നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകൾ ഒരു കമ്മിറ്റി കൂടിയിട്ടോ മൂപ്പം കൂടിയിട്ടോ ഒരു കാര്യം തീരുമാനിച്ചാൽ മുഖത്ത് ചൂണ്ടിയിട്ട് മൂക്കിൽ തൊട്ടിട്ട് ചോദിക്കും. നടപ്പാക്കൂല, സമ്മതിക്കൂല എന്ന് പറയും. ആരാ നിങ്ങളോട് ചോദിക്കാമെന്ന് പറയും. പണ്ടത്തെ അതിലില്ല ആ ബലിയും ബഹുമാനമൊന്നും നമ്മളെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ഇപ്പം ഇല്ല. നേരായ കാലിയോടോ, നേരായ ഉസ്താദിനോടോ, നേരെ വാപ്പാനോടോ, നേരെ മറ്റുള്ളവരോടോ ഒക്കെ മുഖത്ത് തോണ്ടി മൂക്കിൽ തോണ്ടി ചോദ്യം ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ. ഇത്തരം ആളുകൾ മൂപ്പന്മാരായിരിക്കുന്ന നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുമേൽ ഒരു മൂപ്പധികാരമുള്ള അഹ്ലുൽ ഹല്ല് വൽ അഖദ് എന്നത് പെട്ടെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവൂല. അപ്പം അതുകൊണ്ട് അത്തരം ഒരു അധികാര കേന്ദ്രമായി നാട്ടിലെ മുസ്ലിമീങ്ങൾക്കോ പ്രദേശത്തെ മുസ്ലിമീങ്ങൾക്കോ മീതെ പ്രവർത്തിക്കാനെങ്കിലുമുള്ള അധികാരമുള്ളവരെയാണ് നമ്മളിവിടെ അഹ്ലുൽ ഹല്ല് വൽ അഖദ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അത്തരം ഹല്ല് അഖദിന്റെ അഹ്ലുകാർ നിശ്ചയിക്കുമ്പോൾ എന്ത് വ്യവസ്ഥകൾ പാലിക്കണം? അവിടെയും വേണം വ്യവസ്ഥ. അധികാരം കിട്ടണം എന്നാ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒരധികാരം അവിടെയും കിട്ടണം. അതിനോട് യോജിച്ചൊരധികാരം ഹല്ലു അഖദിന്റെ അഹ്ലുകാർ, അതായത് നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ശേഷിയുള്ളവർ ഐക്യകണ്ഠേന കാദിയെ തീരുമാനിക്കണം. ഐക്യകണ്ഠേന കാദിയെ തീരുമാനിക്കാതെ വയ്യ. നിയമിക്കുന്നത് എല്ലാവരും ചേരണമെന്നില്ല, പക്ഷേ എല്ലാവരും ചേർന്നെടുക്കുന്ന തീരുമാനമായിട്ടുള്ള പ്രാബല്യം അതിനു വേണം. ഈ പ്രാബല്യം ഉണ്ടാകുമ്പോഴാണ് ഹല്ലു അഖദിന്റെ അഹ്ലുകാരുടെ നിയമനം കാദിയുടെ നിയമനമായി സാധുവാവുകയുള്ളൂ. ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ ഫതാവൽ കുബറയിൽ സുദീർഘമായൊരു ഫത്വയിൽ ഇമാം മാവർദിയുടെ ഒരു ഉദ്ധരണി അതാണ് ന്യായമെന്നും അതാണ് പ്രമാണമെന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഉദ്ധരണി ഞാനിവിടെ വായിക്കാം. ഇദാ ഖലാ ബലദുൻ അൻ ഖാലിൻ വഖലൽ അസ്റു അൻ ഇമാമിൻ ഫഖല്ലദ അഹ്ലുൽ ഇഖ്തിയാരി ഔ ബഅ്ദുഹും ബിറിദൽ ബാഖീന വാഹിദൻ വഅംകനഹും നുസ്റതുഹു വതഖ്വിയതു യദിഹി ജാസ തഖ്ലീദുഹു വലൗ ഇൻതഫാ ശൈഉം മിൻ ദാലിക് ലം യജുസ് തഖ്ലീദുഹു. ഹല്ല് അഖദിന്റെ അഖിലുകാരുടെ കാലി നിയമനം എവിടെ സാധുവാകും, എവിടെ അനുവദനീയമാകും, എവിടെ അനുവദനീയമാവുകയില്ല എന്ന് വളരെ വ്യക്തമായും ഇമാം മാവർദി പഠിപ്പിക്കുന്ന ഇബാറത്ത് ഫതാവയിൽ ഇബ്നു ഹജർ തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഫതാവയിലെ ഇബാറത്ത് ഇബ്നു ഹജർ തങ്ങൾ അവർകൾ നമ്മുടെ മദ്ഹബിൽ ബലപ്പെടുത്തേണ്ട അഭിപ്രായം ഇതാണ്, പ്രമാണപ്പെട്ട അഭിപ്രായം ഇതാണ് എന്ന് ഈ ഇബാറത്തിനെ സംബന്ധിച്ച് ആധികാരികമായി ഫത്വയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ ഇബാറത്താണിത്. ഇദാ ഖലാ ബലദുൻ അൻ ഖാദിൻ, ഒരു നാടിൽ ഒരു ഖാദി ഇല്ലാതെ വന്നാൽ, വഖലൽ അസ്റു, കാലം തന്നെ കാലിയായി, അൻ ഇമാം,
ഒരു ഇസ്ലാമിക ഭരണകൂടത്തെ തൊട്ടും ഭരണാധികാരിയെ തൊട്ടും. ഇന്നത്തെ പോലെ ഒരു ഭരണാധികാരി തന്നെ ഇല്ല. മാവർദി ഭരണകാലത്ത് അതുണ്ട്. മാവർദി ഇമാമ് പറയുന്ന കാലത്ത് ഹിജറ 400കളിലാണ്. അന്ന് പേര് ഇമാമൊക്കെ ഉണ്ട്. പക്ഷെ സങ്കല്പിച്ചു പറയുകയാണ് ഇമാം വർദി, ഒരു നാടിൽ കാലിയില്ല, ലോകത്ത് കാലത്തിൽ തന്നെ ഇമാമുമില്ല, നിയമിക്കാൻ പറ്റുന്ന ആളുമില്ല. ഇന്നിപ്പോൾ അത് യാഥാർത്ഥ്യമാണല്ലോ. കുറേ കാലമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇമാമില്ലാത്ത കാലം വന്ന് നാട്ടിൽ കാലിയില്ലാതെയും വന്നാൽ ഫഖല്ലദ അഹ്ലുൽ ഇഖ്തിയാരി, അവിടെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ അധികാരപ്പെട്ട, അതായത് മറ്റൊരു ഇബാറത്തിൽ ഹല്ലു അഖദിന്റെ അഹ്ലുകാർ എന്ന് നമ്മൾ പറയുന്നവർ, വേറെ ചില ഇബാറത്തിൽ കിബാറു അഹ്ലിഹ, നാട്ടിൽ നിന്നുള്ള മൂപ്പന്മാർ എന്ന ഇബാറത്തുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഒന്നാണ്. ഈ ആളുകൾ നിയമിച്ചു, അവരൊന്നിച്ച് മറ്റുള്ളവരുടെയൊക്കെ സമ്മതപ്രകാരം അവരിൽ ചിലർ നിയമിച്ചു. അപ്പൊ എല്ലാവരും ഒന്നിച്ച് നിയമിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്മതപ്രകാരം ചിലർ നിയമിക്കുകയോ ചെയ്യണം. ഹല്ലുഅഖദിന്റെ അഹ്ലുകാർ ഇങ്ങനെ നിയമിച്ചാൽ അവർ നിയമിക്കുന്നയാളെ വേണ്ടപ്പോൾ സഹായിക്കാൻ ഇവർക്ക് സാധ്യതയും സൗകര്യവും ഉണ്ടെങ്കിൽ, ഈ നിയമിക്കപ്പെടുന്ന കാലിക്ക് ശക്തി പകരാൻ, അയാളുടെ കൈക്ക് പിന്തുണ നൽകാൻ ഈ അധികാരം വാഴിക്കുന്ന ആളുകൾക്ക് ഊക്കുമുണ്ടെങ്കിൽ, ഇതുണ്ടെങ്കിൽ ജാസ തഖ്ലീദുഹു, ഇവർ നിയമിച്ചിട്ടുള്ള ആ നിയമനം, ഈ കാലിയെ നിയമിച്ച നിയമനം, അവർ ഇട്ടുകൊടുത്ത ആ ഹാരം കഴുത്തിലണിഞ്ഞു കൊടുത്തത് അനുവദനീയമാകും, നടപ്പാകും. ഇപ്പറഞ്ഞത് ഏതെങ്കിലും ഇല്ലാതായാൽ ലം യജുസ് തഖ്ലീദുഹു, കാലി നിയമനം സാധുവല്ല, അത് അനുവദനീയവുമല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഇമാമോ അധികാരപ്പെട്ട കേന്ദ്രങ്ങളോ നിയമിക്കാത്തിടത്ത്, നമ്മുടെ നാട്ടിലേക്ക് ഇറക്കി പറഞ്ഞാൽ സർക്കാർ അധികാരം നൽകാത്തിടത്ത്, ഇന്നിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ഇമാമിൻ്റെ ചർച്ചയെ വേണ്ട, ഇമാമില്ലല്ലോ, ഇമാമിൻ്റെ പ്രതിനിധിയും അതുകൊണ്ടില്ല. ഇപ്പം ഇമാമിനെ നമുക്ക് ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്താൻ ദുശ്ശൗക്കത്ത് ഇന്നുണ്ട്. ദുശ്ശൗക്കത്ത് എന്നത് ഭാരത സർക്കാരും ഭാരത സർക്കാരിന് കീഴിലുള്ള കീഴ് സർക്കാരുകളുമാണ്. സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ജില്ലാ ഭരണകൂടങ്ങളും അതിന് കീഴിലുള്ള ഭരണകൂടങ്ങളൊക്കെ കൂട്ടിക്കൊള്ളി. ഈ അധികാരപ്പെട്ട കേന്ദ്രങ്ങൾ ഇവർക്ക് ദുശ്ശൗക്ക എന്ന് പറയാം. ഇവർ നിയമിക്കാം. ഇവരുമില്ലാത്ത വിധത്തിൽ ഒരു ഇമാമോ ഈ ഇമാമിനെ പോലെ അധികാരം വാഴുന്ന തരത്തിൽ അധികാരമുള്ളവരോ നിയമിക്കുന്നില്ല. ഒരു നാട്ടിൽ കാലിയില്ലാത്ത പ്രശ്നം കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വിഷമവും. ഇങ്ങനെ വന്നാൽ അവിടുത്തെ ഹല്ല് അഖദിന്റെ അഹ്ലുകാരായ മുസ്ലിമീങ്ങളുടെ മൂപ്പന്മാർക്കും കാര്യം തീരുമാനിക്കുന്ന ആളുകൾക്കും നിയമിക്കാം. അവരെല്ലാവരും കൂടി നിയമിക്കണം. എല്ലാവരും കൂടി നിയമിക്കുന്നില്ലെങ്കിൽ ചിലർക്ക് നിയമിക്കാം. ബിരിവൽ ബാഖീന, മറ്റുള്ളവരുടെ സമ്മതം കിട്ടണം. അപ്പം മറ്റുള്ളവരുടെ സമ്മതപ്രകാരം ചിലർ നിയമിക്കുകയോ അല്ലെങ്കിൽ മുഴുവൻ പേരും നിയമിക്കുകയോ ചെയ്താൽ പോരാ. ഈ നിയമിക്കപ്പെടുന്ന കാലിയെ അദ്ദേഹത്തിന്റെ വിധിത്തീർപ്പുകൾ നടപ്പാക്കാൻ വേണ്ടി സഹായിക്കാൻ ഇവർക്ക് കഴിയുമെങ്കിൽ, അദ്ദേഹത്തിന്റെ കൈക്ക് ഊക്ക് നൽകാൻ ഈ നിയമിക്കുന്ന ആളുകൾക്ക് പറ്റുമെങ്കിൽ, ഇപ്പൊ നിയമിക്കുന്നവർക്ക് കാലി പറയുന്ന നിയമങ്ങൾ ആ മുസ്ലിമീങ്ങൾക്കിടയിൽ നടപ്പാക്കാൻ കഴിയണം. അതെങ്ങനെയാ കഴിയാ? അങ്ങനെ നാട്ടിലെ ചില മൂപ്പന്മാരങ്ങൾ നടന്നു പഠിച്ചു നോക്കി കാണും. ഒരാണും പെണ്ണും 3 ത്വലാഖ് ചൊല്ലിയിട്ട് ആ പെണ്ണിന്റെ കൂടെ കഴിഞ്ഞു വരുന്നു. ഈ പെണ്ണും ആണും തമ്മിൽ കഴിഞ്ഞു വരുന്നു. നമ്മുടെ നാട്ടിൽ പലയിടത്തും നടക്കുന്നതല്ലേ. ഇങ്ങനെ നടന്നു വരുന്നിടത്ത് കാലി പ്രഖ്യാപിക്കുന്നു 3 ത്വലാഖും സംഭവിച്ചിട്ടുണ്ട് ഇവന്റെ, അതുകൊണ്ട് ഈ പെണ്ണിനെ വേർപ്പെടുത്തണം, അവൻ്റെ ഒപ്പം താമസിപ്പിക്കാൻ പാടില്ല. ഇത് കാലി പ്രഖ്യാപിച്ചാൽ ആ നാട്ടുകാരിൽ അത് നടപ്പാക്കാൻ ആ നാട്ടിലെ ഈ നിയമിക്കുന്ന മൂപ്പന്മാർക്ക് കഴിയുമെങ്കിൽ, ചിലയിടത്ത് കഴിയും, ചിലയിടത്ത് കഴിയില്ല. കാലി പ്രഖ്യാപിക്കുന്നത് എന്തു കാര്യത്തിലാണോ നിയമിക്കുന്നതെങ്കിൽ ആ നിയമത്തിൽ കാലിയുടെ പ്രഖ്യാപനം നടപ്പാക്കുവാൻ കാലിക്ക് പിന്തുണ നൽകാനും കാലിയെ സഹായിക്കാനും അധികാരം ഉപയോഗിക്കാൻ ചങ്കൂറ്റമുള്ളവരും കഴിവുള്ളവരുമാണ് ഈ നിയമിക്കുന്നവരെങ്കിൽ ജാസ തഖ്ലീദുഹു, അപ്പോഴാണ് ഹല്ല് അഖദിന്റെ അഹ്ലുകാരെ കാലിയെ നിയമിക്കുന്നത് സാധുവാവുക. ഇപ്പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉപാധി ഇല്ലാതായാൽ, ഒന്നുകിൽ ഒന്നിച്ചെല്ലാവരും സമ്മതിക്കുന്നില്ല, ഇട്ടുള്ളവർ കൂടിയിട്ടുണ്ടാക്കുക. ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ നാട്ടിൽ കാലിയന്മാരിങ്ങനെ കൂണിലപ്പുറം മുളക്കുക. കാലി പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ ആ പ്രദേശത്തെ മുസ്ലിമീങ്ങളുടെ മേൽ നടപ്പാക്കാൻ അധികാരപ്പെട്ടവരാണെങ്കിലും അവർ നിയമിക്കുമ്പോഴാണ് ഹല്ല് അഖദിന്റെ അഹ്ലുകാർ കാലിയാക്കുന്ന അധികാരവും ശരിപ്പെടുക. ഇതില്ലെങ്കിൽ ആ കാലിയാക്കുന്ന നിയമാധികാരം ശരിയല്ല.
ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവും തൻ്റെ ഫത്താവ 4-ാം ഭാഗം 298-ാം പേജിൽ ഇത് വളരെ സുന്ദരമായി വിവരിക്കുന്നുണ്ട്. അപ്പം ഈ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്, നിയമിക്കുന്നയാൾക്ക് അധികാരം വേണം. ഒന്നുകിൽ സർക്കാർ അധികാരം വേണം, പട്ടാളവും പോലീസും നിയമജ്ഞന്മാരും നിയമപാലകരും, അതാണ് ഇപ്പോൾ സർക്കാർ. അല്ലെങ്കിൽ ഊക്കും ബലോ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. പട്ടാളത്തൊക്കെ മാറ്റി നിർത്തും ചില കാരണന്മാർ. ചില നാട്ടിലൊക്കെ പട്ടാളം ഒന്നായിട്ടാണ് വന്നാലൊക്കെ മാറ്റി നിർത്തൂലേ, അതിനൊക്കെ ചില ഊക്കന്മാർക്ക് കഴിയും. അങ്ങനെയുള്ള വല്ല ഊക്കും ബലവുമുള്ള കാരണവന്മാരോ കുബറോ ഹല്ലയാക്കതിൻ്റെ അഹലുകാരോ ഉണ്ടെങ്കിൽ ആ ഹല്ലയാക്കതിൻ്റെ അഹലുകാർ മുഴുവനും ഏകീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തൃപ്തിപ്രകാരം കുറച്ചാളുകൾ ഒന്നിച്ചുകൊണ്ടോ കാദിയെ നിയമിച്ചാൽ ഈ കാദിയുടെ വിധി തീർപ്പുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അയാളെ സഹായിക്കാനും അയാൾക്ക് ഊന്നു നൽകാനും ഇവർക്ക് അധികാരമുണ്ടെങ്കിൽ അവരുടെ നിയമനം സാധുവാകും. ഇപ്പം നിയമിക്കുന്നവർ ഇതാണ്. നിയമിക്കുന്നവർ കഴിഞ്ഞാൽ നിയമിതനാകുന്ന കാദിയാണ് പ്രശ്നം. രണ്ടാമത്തെ ഘടകം, നിയമിതനാകുന്നവനെ സംബന്ധിച്ചിടത്തോളം മുതവല്ലി. എന്താണ് അയാളുടെ ഷർത്ത്? വൽ മുതവല്ലി ഹുവൻ നായിബു. ഇങ്ങനെ ഏൽപ്പിക്കുന്ന അധികാരികൾ ഏറ്റെടുപ്പിക്കപ്പെട്ട് ഒരാൾ ആ കാര്യം ഏറ്റെടുത്ത് നിയമിതനായാൽ ഹുവൻ നായിബു, അത് അധികാരം ഏൽപ്പിച്ചയാളെ തൊട്ടുള്ള പ്രതിനിധിയായി ശറഅ അയാളെ കാണും. അപ്പോൾ അധികാരം ഏൽപ്പിച്ചയാൾക്കുള്ള പവർ എന്ത് വിഷയത്തിലാണോ ഏൽപ്പിച്ചതെങ്കിൽ ആ കാര്യത്തിൽ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ഏൽപ്പിക്കപ്പെട്ട കാദിക്ക് വരും. വശർത്തുഹു, അയാൾക്ക് ആ അധികാരം കിട്ടണമെങ്കിൽ അയാൾ എന്നുള്ള നിലക്കൊരു ഉപാധി വേണ്ടേ? എന്താണ് ആ ഉപാധി? സിഹ്ഹതു തസറുഫിഹി ഫീമാ യതവല്ലാ ഫീഹി വഅതിബാറു അഹ്ലിയതിഹി അയ്ളൻ. ഒന്നാമത് അദ്ദേഹം ആ ഏൽപ്പിക്കപ്പെട്ട സംഗതി ഏറ്റെടുക്കാൻ അധികാരം കൈയാളാൻ പറ്റുന്ന ആളാകണം. അതായത് വിവരമൊക്കെ വേണമെന്ന് കൂട്ടിക്കോളി, നീതിയും വേണം, വിവരവും വേണം. നല്ല വിവരം വേണം, അതില്ലെങ്കിൽ പിന്നെ ഇന്നത്തെ വിവരം വേണം. അപ്പം ഇന്നത്തെ വിവരമുള്ള ഒരാളോ അല്ലെങ്കിൽ നീതിബോധമുള്ള ഒരാളോ അദ്ദേഹത്തിന് യോഗ്യതയൊക്കെ ഉണ്ടാവുക. ആ യോഗ്യത ഉണ്ടാകുന്നതോടൊപ്പം തന്നെ എന്തിലാണോ ഏൽപ്പിക്കപ്പെട്ടതെങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിൽ കൈകാര്യാധികാരം അയാൾക്ക് സാധുവായി വേണം. അയാൾ കൈകാര്യം ചെയ്താൽ അത് സാധുവാകണം. അങ്ങനത്തെ ആൾക്ക് മുതവല്ലിയാകാൻ പറ്റൂ. എന്തിലാണ് അധികാരം? ഇനി അതാണ് മൂന്നാമത്തെ ഘടകം. കാദിയാകാൻ വേണ്ട ആളെ യോഗ്യത വല്ലാതെ നോക്കിയാൽ നടക്കൂലപ്പേ. കാദിയാകാൻ വേണ്ട ആളെ യോഗ്യത ശരിയായ ഇമാമ് നിയമിക്കുന്ന കാദിയാകുമ്പോൾ നല്ല ഗവേഷണ യോഗ്യതയുള്ള മുജ്തഹിദായ പണ്ഡിതനൊക്കെ ആകണം. അങ്ങനത്തെ പണ്ഡിതനൊന്നും ഇല്ലാത്ത കാലത്ത് വരുമ്പോൾ പറ്റുന്ന വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരാകണം. ഇനി സർക്കാർ നിയമിക്കുമ്പോൾ വിവരമില്ലാത്ത ഒരു ജാഹിലിനാക്കിയാലും നമ്മൾ സ്വീകരിക്കല്ല എന്ന് വൃത്തിയില്ല. സർക്കാർ നിയമിക്കുമ്പോൾ ഫാസിക്കായ നീതിബോധമില്ലാത്ത ഒരു ദുർനടപ്പുകാരനെ ആക്കിയാലും നമ്മൾ സ്വീകരിക്കല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് അവരുടേത് നിർബന്ധിതമായി സ്വീകരിച്ചാൽ തന്നെ ഹല്ലയാക്കതിൻ്റെ അഹലുകാരും മുസ്ലിമീങ്ങളും നിയമിക്കുമ്പോൾ അത് പറ്റില്ല. അവർ നീതിബോധമുള്ള, ഏൽപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ വിവരമുള്ള, നന്ന ചുരുങ്ങിയത് എല്ലാ അഭിപ്രായങ്ങളും കൂടി സ്വാംശീകരിച്ചാൽ നന്ന ചുരുങ്ങിയത് ഏൽപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ വിവരമുള്ള, നീതിബോധമുള്ള, വിധിക്കാൻ പറ്റുന്ന ഒരാളാവണം. അയാൾ കൈകാര്യങ്ങൾ ചെയ്യാൻ അധികാരപ്പെട്ടയാളും ചെയ്യുന്ന കൈകാര്യങ്ങൾ നടപ്പാകുന്ന സാധുതയുള്ളയാളുമാകണം. വൽ മുതവല്ലാ ഫീഹി, മൂന്നാമത്തെ ഘടകം, ഹുവ മാ യതസറഫു ഫീഹി. എന്തിലാണോ കാദി കൈകാര്യം ചെയ്യുന്നത് ആ കൈകാര്യാധികാരമുള്ള കാര്യം തന്നെ അയാൾ ഏറ്റെടുക്കുന്ന വിഷയം. വശർത്തുഹു, അയാൾക്ക് കൈകാര്യാധികാരം ചെയ്യാൻ പറ്റുന്ന വിഷയം അയാൾ ഏറ്റെടുക്കുന്ന വിഷയമായിട്ട് വരുന്നത് അതിൻ്റെ ഉപാധി ജവാസുഹു ശറഅൻ, അക്കാര്യം അയാൾ ചെയ്യാൻ പറ്റണം, അനുവദനീയമാകണം അയാളുടെ വീക്ഷണത്തിൽ. വതഈനുഹു, അയാൾ അധികാരപ്പെടുത്തുന്ന വിഷയം ഇന്നതാണെന്ന് നിർണയിക്കണം. എന്താ നിർണയിക്കാൻ? മിനൽ അങ്കിഹ, വിവാഹ നിയമങ്ങൾ. ഉദാഹരണം, വൈവാഹിക കാര്യങ്ങളിൽ നിങ്ങളെ കാദിയാക്കി. വൈവാഹിക കാര്യങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളുടെ മേലിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചു. അങ്ങനെ കാദിസ്ഥാനം നൽകുക. അങ്കിഹത്ത്. അവിദ്ദിമ, അല്ലെങ്കിൽ രക്തത്തിൻ്റെ കാര്യങ്ങൾ, അതായത് ക്രിമിനൽ കാര്യങ്ങളും ആളെ കൊന്നാ ശിക്ഷ എടുക്കുന്ന കാര്യങ്ങളും ആൾക്ക് ഭേദ്യം ചെയ്താൽ അതിൻ്റെ ശിക്ഷകൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാം. അതൊന്നും ഇവിടെ പറ്റൂലേ. ഇവിടെ ഇന്ത്യ രാജ്യത്തല്ലേ ഈ പറയുന്നത്. ഏൽപ്പിക്കപ്പെടുമ്പോൾ മൊത്തത്തിൽ ഫിഖ്ഹിൻ്റെ നിയമം പറയുന്നതാണ്. അവിൽ അംവാൽ, അല്ലെങ്കിൽ ധനസംബന്ധമായ കാര്യങ്ങളിലും ഇടപാടിൻ്റെ കാര്യങ്ങളിലുമൊക്കെ ഏൽപ്പിക്കാം. ഔ വൈരിതാലിക്ക, അല്ലെങ്കിൽ ഇതല്ലാത്ത മറ്റു പല കാര്യങ്ങളും ഏൽപ്പിക്കാം. അധികാരപ്പെട്ടവർക്ക് അധികാരപ്പെട്ട വിഷയങ്ങളിൽ ഏതെങ്കിലും നിർണിത കാര്യങ്ങളോ അല്ലെങ്കിൽ ഇയാൾക്ക് അധികാരം വാടാൻ പറ്റുന്ന, കാലിക്ക് പെരുമാറാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളുമോ ഏൽപ്പിക്കുന്നതിൽ കുഴപ്പമില്ല.
അത് നിർണയിക്കണം. അത് നിർണയിച്ചുകൊണ്ട് ഏൽപ്പിക്കുക. ജമൽ 5335. ഓരോ ഷർത്തും ഓരോ ഘടകവും ആ ഘടകത്തിൻ്റെ ഷർത്തും വിവരിക്കുന്ന ഞാൻ പറയുന്ന പേജ് ജമൽ 5335 പേജ്. ഇനി നിർണയിക്കാതെ കാലിനെ അധികാരപ്പെടുത്തി. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. നമ്മളെ നാട്ടിൽ കാലിയാക്കി, നമ്മളെ നാട്ടിൽ എല്ലായിടത്തും അല്ല പറയുന്നത്, ആക്കിയെടുത്താണ്. ആക്കിയെടുത്ത് കാലിയാക്കി എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നിന്ന കാര്യങ്ങൾ എന്ന് പറയാറില്ല. ഇങ്ങനെ ഇന്നിന്ന കാര്യങ്ങൾ എന്ന് പറയാതെ ഇമാമിനും ആക്കാം, ഭരണാധികാരിക്കും ആക്കാം, മറ്റനേകം ആൾക്കും ആക്കാം. ഇങ്ങനെ നിർണയിക്കാതെ ആക്കിയാൽ എന്തധികാരം കിട്ടും? ശരിയായ അധികാരപ്പെട്ട ആളാക്കിയാൽ എല്ലാ അധികാരവും കിട്ടും. ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വയസ്തഫീദു ബി തൗലിയത്തിൽ ഖദാഇൽ ആം, പൊതു കാലിയായി ജനറൽ കാലിയായി നിയമിക്കുമ്പോൾ ആ നിയമനം കൊണ്ട് ഈ കാലി നേടും സായിറൽ വിലായാത്ത്, എല്ലാ അധികാരങ്ങളും. വ ഉമൂറന്നാസ്, അദ്ദേഹം നിയമിതനാകുന്ന അധികാര കേന്ദ്രത്തിലെ എല്ലാ മനുഷ്യന്മാരുടെ കാര്യങ്ങളും അയാൾക്ക് അധികാരപ്പെടും. അയാളല്ലാത്ത മറ്റൊരാൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സക്കാത്ത്, ഹിസ്ബത്ത് എന്ന് തുടങ്ങിയിട്ടുള്ള അധികാരങ്ങളുടെയും അത് വിതരണം ചെയ്യാനും പിരിച്ചെടുക്കാനും നടപ്പാക്കാനും ആളെ നിശ്ചയിക്കാനും ഒക്കെയുള്ള അധികാരമടക്കം ഏത് അധികാരം ഇമാമിനുണ്ടോ ആ ഇമാമിൻ്റെ അധികാരങ്ങളൊക്കെ ഇമാം നിശ്ചയിക്കുന്നതായ കാലിക്ക് ഇന്ന കാര്യത്തിൽ എന്നു നിശ്ചയിക്കാതെ നിർണയിക്കാതെ ഏൽപ്പിച്ചാൽ കിട്ടും. അപ്പൊ അധികാരം എന്തിൽ കിട്ടും എന്ന് ചോദിച്ചാൽ ഏൽപ്പിച്ചതിൽ കിട്ടും. ഏൽപ്പിച്ചതിൽ ഇന്നത് എന്ന് നിർണയിച്ചിട്ടില്ലെങ്കിലോ അധികാരപ്പെട്ടയാൾക്ക് അധികാരമുള്ള മുസ്ലിമീങ്ങളുടെ ഇയാൾ നടത്തിയാൽ പറ്റുന്ന കാര്യം എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെയും കിട്ടും. നമ്മളെ നാട്ടിൽ രാജ്യത്തിൻ്റെ ഭരണഘടന പ്രകാരം തന്നെ ക്രിമിനൽ നിയമത്തിൻ്റെ അധികാരം ഒരു വ്യക്തിക്കുമില്ല, അതുകൊണ്ട് ഏൽപ്പിക്കുന്ന ആൾക്കുമില്ല. അത് സർക്കാരാണെങ്കിൽ ഒരു കാലിയെയും ഏൽപ്പിക്കുകയും ഇല്ല. അപ്പൊ സർക്കാർ ഏൽപ്പിച്ചാലും ക്രിമിനൽ നിയമം കിട്ടൂല, തെളിവെടുപ്പ് നിയമം കിട്ടൂല. വൈവാഹിക നിയമത്തിൽ തന്നെ പ്രത്യേകം ഭരണഘടനാ പ്രകാരം ആക്റ്റുകൾ ഉണ്ടാക്കപ്പെട്ട, എല്ലാവർക്കും പൊതുബാധകമായതോ മുസ്ലിമീങ്ങളുടെ മേൽ നിർബന്ധമായതോ ആയി ഉണ്ടാക്കപ്പെട്ട ആക്റ്റുകളുണ്ടെങ്കിൽ ആ ആക്റ്റുകൾക്ക് വിധേയമായി വൈവാഹിക കാര്യങ്ങളിൽ നമ്മുടെ കാലിമാർക്ക് അധികാരം കിട്ടും. പിന്തുടർച്ചാ കാര്യങ്ങളിൽ, അതായത് മീറാസ്, സ്വത്ത് വരയ്ക്കണ കാര്യങ്ങളിൽ അധികാരം കിട്ടും. ഇത്തരം അധികാരപ്പെട്ട വിഷയങ്ങളിലൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ആർക്കും വ്യക്തികളെ അധികാരപ്പെടുത്താനോ നമ്മുടെ പ്രാദേശികമായ സമുദായത്തിൻ്റെ നേതൃത്വത്തെ അധികാരപ്പെടുത്താനോ പറ്റൂ. അങ്ങനെ അധികാരപ്പെടുത്തുന്നവർക്ക് ആ അധികാരങ്ങൾ മാത്രം കിട്ടും. അങ്ങനെയുള്ളവർ നിർണിത അധികാരത്തിൻ്റെ ചുരുക്കമില്ലയോ? എല്ലാ അധികാരമുള്ള കേന്ദ്രമാണോ നിയമിക്കുന്നത്? എന്നാൽ എല്ലാ അധികാരങ്ങളും കിട്ടും.